നദോന്നതിയിൽ വഞ്ചിപ്പാട്ട് പാടി ക്ഷേത്രനടയിൽ പെൺകുട്ടികൾ. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ഈണത്തിലും താളത്തിലും വഞ്ചിപ്പാട്ട് പാടി 56 കരകൾ. വഞ്ചിപ്പാട്ട് കളരിയുടെ ഭാഗമായി ആറന്മുള ക്ഷേത്രത്തിൽ വഞ്ചിപ്പാട്ട് പാടി സമർപ്പിച്ചു. കളരിയിൽ പെൺകുട്ടികളുടെ സാന്നിധ്യം ഏറെ പ്രത്യേകതയായി. ജില്ലാ പഞ്ചായത്തും പള്ളിയോട സേവാ സംഘവും സംയുക്തമായാണ് വഞ്ചിപ്പാട്ട് കളരി സംഘടിപ്പിച്ചത്. വഞ്ചിപ്പാട്ട് സമർപ്പണം പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് KV സാംബദേവൻ ഉദ്ഘാടനം ചെയ്തു. 24 വർഷം പിന്നിട്ട് തുടങ്ങിയിട്ട് 2 വർഷം കോവിഡ് വെള്ളപ്പൊക്കം എന്ന കാരണം നമുക്ക് നടത്താൻ പറ്റിയില്ല. ബാക്കി എല്ലാ വർഷവും തുടർച്ചയായിട്ട് ജില്ലാ പഞ്ചായത്ത് വിട്ട് ആറന്മുള ശൈലിയിലായിരിക്കണം നമ്മളെ വിലയിരുത്തുന്നതെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ പള്ളിയോട സേവാ സംഘം പൊതുയോഗം തീരുമാനിച്ചിട്ടുണ്ട്. 3 മേഖലകളിലായിട്ടാണ് പരിശീലന കളരി നടന്നത്. പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളൊക്കെ സ്കൂളിലും അല്ലെ അവധിക്കാലത്തൊക്കെ പാടുന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് ഇന്ന് നാട്ടിലെ കുട്ടികൾക്കൊക്കെ വഞ്ചിപ്പാട്ട് അല്ലെങ്കിൽ ആറന്മുള പള്ളിയോടവുമായി ബന്ധപ്പെട്ട ഈ പാട്ടുകളൊക്കെ ഇന്ന് ഹൃദയസ്ഥമാണ്, കാണാപ്പാടാണ്. പള്ളിയോട സേവാ സംഘം സെക്രട്ടറി പ്രസാദ് ആനന്ദഭവൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈശ്വരൻ നമ്പൂതിരി, സേവാ സംഘം ജനറൽ കൺവീനർ ശശികുമാർ കുറുപ്പ്, വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. വഞ്ചിപ്പാട്ട് കളരിയിൽ പങ്കെടുത്തവർക്ക് വിഷു കൈനീട്ടവും നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും യോഗത്തിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി. ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം. കഴിഞ്ഞ 3 തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ, ഭാവത്തിൽ, അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു. ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. കോൺടാക്ട് നമ്പർ 9947164872 9947825232.